നമസ്കാരം. ഹിന്ദു ഐക്യവേദി നേതാവ് ശശികല 2 ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് രേഖപ്പെടുത്തി. ഈ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ഹൈന്ദവ വിഭാഗത്തിലുള്ള ആളുകൾക്ക് താമസിക്കാൻ ഇഷ്ടമാണെന്ന് ഒരു ചാനൽ ചർച്ചയ്ക്കിടെ അവരോട് ആരോ പറഞ്ഞെന്നാണ് ആ കുറിപ്പിൽ അവർ പറയുന്നത്. എന്തായാലും ആ കുറിപ്പുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഇവർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നു എന്നത്തെ ആലോചിച്ചിട്ടും പിടുത്തം കിട്ടുന്നില്ല. പലപ്പോഴും ഞാൻ ഇവരെ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കാണാറുള്ളത്. കാരണം ഒരു സ്ത്രീക്ക് കഴിയില്ല, ഒരു മനുഷ്യന് കഴിയില്ല. അങ്ങനെ കഴിയാത്ത പല കാര്യങ്ങളും ഇവർക്ക് കഴിയുന്നുണ്ട്. സമൂഹത്തിനോ സമുദായത്തിനോ 10 പൈസയുടെ ഗുണം ഇവരെ കൊണ്ടില്ല. വെറുപ്പിക്കുക, കൂടുതൽ കൂടുതൽ വെറുപ്പിക്കുക, അങ്ങനെ വെറുപ്പ് ഉൽപ്പാദിപ്പിച്ച് വെറുക്കപ്പെട്ട ചില ആളുകളെ കൂടെ നിർത്തുക. ഇനിയെങ്കിലും ഇവർക്ക് ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും അവരുടെ ആ കുറിപ്പ് നമുക്കൊന്ന് നോക്കാം. ഇന്ന് ജനം ടിവിയുടെ ചർച്ചയിൽ പങ്കെടുക്കവേ ശ്രീ ജലീൽ പുനലൂർ തന്റെ ഭാഗം സമർത്ഥിക്കാനായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇസ്ലാമിക സമൂഹത്തിനിടയിൽ ജീവിക്കാൻ ഹിന്ദുക്കൾ ഇഷ്ടപ്പെടുന്നത്രേ. കാരണം കിഡ്നി, കരള്, ഹൃദയം, മജ്ജ ഇവയൊക്കെ മാറ്റാൻ എത്രയും പെട്ടെന്ന് പൈസ പിരിച്ചു കൊടുക്കുക മുസ്ലിങ്ങളാണത്രേ. ഹിന്ദുക്കൾ അതൊന്നും ചെയ്യാറില്ലത്രേ. ഇതാണ് അദ്ദേഹത്തിന്റെ വാദം. അത് ഇദ്ദേഹം മാത്രമല്ല, വളരെ ആസൂത്രിതമായി ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന ഒരു നരേറ്റീവാണ്. ക്യാഷ് കൗണ്ടർ ഇല്ലാത്ത ഒരു ആശുപത്രി ഭാരതത്തിൽ നടത്തുന്നത് ഒരു ഹൈന്ദവ ആചാര്യന്റെ പേരിലാണ് എന്നത് മാത്രം ഇപ്പോൾ പറയട്ടെ. ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയുടെ ചികിത്സാ സഹായം അമൃത ഹോസ്പിറ്റലിൽ നിന്ന് മാത്രം കൊടുക്കുന്നു. ഭാരതത്തിലെ മൊത്തം ചാരിറ്റി പ്രവർത്തനത്തിന്റെ കണക്കെടുത്താൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ ഏറ്റവും അധികം ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത് ഹൈന്ദവ സംഘടനകളും വ്യക്തികളും സമൂഹവും ട്രസ്റ്റും ക്ഷേത്രങ്ങളും മഠങ്ങളും ആചാര്യന്മാരും വ്യവസായ സ്ഥാപനങ്ങളുമൊക്കെയാണ്. ചാരിറ്റിയിലൂടെ കള്ളപ്പണം വെളുപ്പിക്കാനോ നന്മമരം ചമയാനോ ഹൈന്ദവ സമൂഹം പൊതുവെ ശ്രമിക്കാറില്ല. രോഗികളുടെയും കുടുംബത്തിന്റെയും അന്തസ് പോലും പരിഗണിക്കാതെ അവരെ കൊണ്ട് കരഞ്ഞു വിളിച്ച് ഭിക്ഷക്കാരേക്കാൾ താണ നിലയിലേക്ക് അവരെ താഴ്ത്തി വീഡിയോ ചെയ്യിപ്പിക്കുന്ന പതിവും ഹൈന്ദവ സമൂഹം പ്രോത്സാഹിപ്പിക്കാറില്ല. വൃക്ക, കരൾ, ഹൃദയം എന്നീ അവയവങ്ങൾ മാറ്റാനുള്ള പണം നൽകാൻ മുസ്ലിം മുന്നിലുണ്ട് എന്ന് പറയുന്നവരോട് ഏതെങ്കിലും മുസ്ലിം ഇതുവരെ സ്വന്തം അവയവം ദാനം ചെയ്തിട്ടുണ്ടോ? ദാനം ചെയ്യുമോ? സ്വന്തം ശരീരത്തിലെ ഒരു ഭാഗം എടുത്ത് അന്യന് കൊടുക്കുന്നവനേക്കാൾ കേമനാണല്ലേ നന്മമരങ്ങൾ. പ്രാവിന്റെ ജീവൻ രക്ഷിക്കാൻ പരുന്തിന് സ്വന്തം തുടയിൽ നിന്നും മാംസം മുറിച്ചു കൊടുത്ത ശിബി ചക്രവർത്തിമാർ ഇന്നും ജീവിക്കുന്നു. പ്രാപ്പിടിയന്മാർ നന്മമരം ചമയുന്നു. ഇതാണ് ശശികലയുടെ ഒരു കുറിപ്പ്. ഒരാവശ്യവുമില്ലാതെ ഈ വിഷയത്തിലേക്ക്, അതായത് ഇവിടെ ആരൊക്കെയോ നന്മമരം ചമയുന്നു, ആരൊക്കെയോ പണം പിരിക്കുന്നു, ആരൊക്കെയോ കള്ളപ്പണം വെളുപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ വിഷയത്തിലേക്ക് മതം കൊണ്ടുവരികയാണ്. ആദ്യമേ ശശികലയോട് ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ ഇത്തരത്തിൽ നന്മമരം ചമയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ജാതിയും മതവും ഒന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതമാർഗമാണ്, അവരുടെ നിലനിൽപ്പാണ്. അങ്ങനെ രോഗികളെ കൊണ്ടുവന്ന് കരയിച്ച് പണം പിരിക്കുന്ന ശശികല പറഞ്ഞല്ലോ, അതായത് എൻ്റെ സമുദായത്തിൽ ആരുമില്ല എന്ന്. അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ എനിക്ക് നേരിട്ടറിയാം. ഞാൻ എന്തായാലും എൻ്റെ സംസ്കാരം ജാതിയും മതവും കലർത്തി അവരെ വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് ആ വിഷയത്തിലേക്ക് ജാതി കലർത്താനുള്ള ഒരു താല്പര്യം എൻ്റെ സംസ്കാരം അതിന് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. പിന്നെ ശശികലയുടെ ഒരു സംശയം, ഇവിടെ ആരെങ്കിലും അന്യന് വൃക്ക കൊടുക്കുമോ അല്ലെങ്കിൽ കരള് കൊടുക്കുമോ എന്നൊക്കെയുള്ള ഒരു സംശയം. അതായത് വേണ്ടി വന്നാൽ ജീവൻ കൊടുക്കുമെന്നാണ് എനിക്ക് ശശികലയോട് പറയാനുള്ളത്. അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തുടനീളം ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസവും ഉണ്ടായി. ശശികല ഈ കുറിപ്പ് രേഖപ്പെടുത്തി ചൂടാറിയിട്ടില്ല. അതിനു മുമ്പ് സൗത്ത് ഡൽഹിയിൽ ഒരു സംഭവം ഉണ്ടായി. ശശികലയുടെ തന്നെ പാർട്ടിക്കാരനായിട്ടുള്ള BJP-കാരനായിട്ടുള്ള സതീഷ് ഉപാധ്യായ എന്ന് പറയുന്ന ഒരു MLA, ഡൽഹിയിലെ ഒരു MLA, അദ്ദേഹം എക്സിൽ ഒരു കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിയുമെങ്കിൽ ശശികല ആ കുറിപ്പൊന്ന് വായിക്കണം. എന്താണ് ആ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്, ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന കാര്യവും ഒന്ന് അന്വേഷിക്കണം. അതിനെങ്ങനെ ലോകപരിചയമില്ല, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിത്യവും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനോ ഇനി അന്വേഷിച്ച് കണ്ടെത്തിയാൽ അത് പറയാനോ ശശികലയ്ക്ക് താല്പര്യമില്ല. എന്തെങ്കിലുമൊക്കെ വെറുപ്പിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം, അതിലപ്പുറമൊന്നുമില്ല. അതായത് സൗത്ത് ഡൽഹിയിലെ മാളവ്യ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കഴിഞ്ഞ ദിവസം ഒരു വലിയ തീപിടുത്തമുണ്ടായി. 21ഓളം ആളുകൾ മരണപ്പെട്ടു. അവിടെ 6ഓളം ആളുകളെ മരിച്ചു എന്ന് ഏറെക്കുറെ ഉറപ്പായ 6ഓളം ആളുകളെ ജീവിതത്തിലേക്ക് സ്വന്തം ജീവൻ ഒരു വിലയും കൊടുക്കാതെ, സ്വന്തം ജീവൻ പോയാലും വേണ്ടില്ല എന്ന് പറഞ്ഞ 6ഓളം ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു.
അവരൊന്നും ആഗ്രഹിച്ചിട്ടല്ല. അല്ലെങ്കിൽ തന്നെ ജീവൻ പണയം വെച്ച് അത്തരത്തിലുള്ള പണിയെടുക്കുമ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്നൊരു ഉറപ്പുമില്ല. ജീവിച്ചിരിക്കാതെ ഇനി ആരെങ്കിലും വീഡിയോ ചെയ്തിട്ടോ ഫോട്ടോ പുറത്തു വിട്ടിട്ടോ ഒരു കാര്യവുമില്ല. ജീവിക്കാൻ കഴിയുമെന്നൊരു ഉറപ്പുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ, ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നൊരു ഉറപ്പുമില്ലാത്ത സാഹചര്യത്തിൽ 1/2 ഡസൻ ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. കത്തി കരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിനകത്ത് കയറിയാണ് ജീവൻ പണയം വെച്ചവർ ആ പണി ചെയ്തത്. ഈ ചെയ്ത ആളുകൾ 5 പേർ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അതായത് വൃക്കയും അല്ലെങ്കിൽ കരളും ഹാർട്ടും ഒന്നുമല്ല അവർ ഇവിടെ കൊടുക്കാൻ തീരുമാനിച്ചത്, അവരുടെ ജീവൻ തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. ഇത് ശശികല കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടിട്ടുണ്ടെങ്കിലും ശശികല അത് പറയില്ല. എന്തായാലും സതീഷ് ഉപാധ്യായ എന്ന് പറയുന്ന BJP MLA എക്സ് അക്കൗണ്ടിൽ ഈ 5 ധീരന്മാരെ പുകഴ്ത്തിക്കൊണ്ട് അവരുടെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് അവരോടൊപ്പം ഇരുന്നുകൊണ്ട്, ഈ ഫോട്ടോയിൽ ഈ MLAയും ഉണ്ട്, ധീരന്മാരാണ് ഇവർ എന്നൊക്കെ പറഞ്ഞൊരു കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിയുമെങ്കിൽ അതൊന്ന് പരിശോധിക്കണം. എന്നിട്ട് ഇത്തരത്തിലുള്ള വിടുവായത്വം പറയണം. ഇത്തരത്തിലുള്ള വെറുപ്പും വിദ്വേഷവും ഒക്കെ ഇതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി പറയാൻ ശ്രമിക്കണം. ഇവരോടൊക്കെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തായാലും ഇവിടെ ഈ ശശികല കാരണം കൊണ്ട് ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തമ്മിൽ തല്ലുന്നുണ്ട്. ഇനിയെങ്കിലും ഈ പരിപാടി ഒന്ന് അവസാനിപ്പിക്കണം എന്നാണ് ഇത്തരക്കാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.